ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് IPC ഹെർബോൻ എന്ന് പറയുന്ന സഭയിൽ നടന്ന ഒരു കാഴ്ചയാണ്. അതായത് കുമ്പനാട് സെക്ഷനിലാണെന്ന് തോന്നുന്നു നടന്ന ഒരു കാര്യമാണ് അല്ലേ. അവിടെ അടി തുടങ്ങിയിട്ട് ആഴ്ചയല്ല എന്നൊക്കെ ഞാൻ ചില പോസ്റ്റുകൾ കണ്ടു. അതായത് കുമ്പനാട് ഹെബ്രോൻ ചർച്ച് വെച്ച് 2023 നടത്തപ്പെട്ട ജനറൽ ബോഡിയിൽ വത്സൻ എന്ന് പറയുന്ന അവരുടെ ഹെഡ് 7 ഗുണ്ടകളുടെ നടുവിലൂടെ നടന്നു വരികയും ജനറൽ ബോഡി നടക്കുമ്പോൾ ഈ ഗുണ്ടകൾ ഹെബ്രോൻ സഭയിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തതോടെ ഒക്കെയാണ് ജനറൽ ബോഡിക്ക് വന്ന ആളുകളും പോലീസും കൂടി അന്ന് വത്സനും കൊണ്ടുവന്ന ഗുണ്ടകളെ ഓടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ദൈവവചനം പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഗുണ്ടകളുമായിട്ടാണോ ഈ നടക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം പൗലോസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ പത്രോസോ ഗുണ്ടകളുമായി നടക്കുന്നതായിട്ട് ദൈവവചനത്തിൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല അല്ലെ. ഇവർ സ്വയം വിശുദ്ധിയും വേർപാടും ആചരിക്കുന്നവരാണെന്നാണ് ബെന്തിക്കോസ് അല്ലെങ്കിൽ IPC അവര് കൂടുതലും പറയുന്നത്. ഞങ്ങൾ ഞങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും, അവരുടെ വിശ്വാസികളെയും അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വിശുദ്ധിയും വേർപാടും എന്നുള്ള വിഷയം അവര് അങ്ങനെ തന്നെ അവര് ഫോളോ ചെയ്തു പോകുന്നവരാണെന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്. അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഈ വത്സൻ എബ്രഹാം കൊണ്ട് നടക്കുന്നത് ഗുണ്ടകളെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഹാർട്ട് ബ്രേക്കറായിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിലും ഭയങ്കരമായ ഒരു കാര്യമാണ്. ബൈബിൾ എടുക്കുകയും ഈ ഗുണ്ടകളെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അധികമാണ്. എന്തിനാണ് ദൈവവചനം പ്രസ്താവിക്കുന്നവർക്ക് ഗുണ്ടകളുടെ ആവശ്യം അല്ലേ? പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണെങ്കിൽ ഒരു കുറെ 40 അടിയൊക്കെ കൊണ്ടപ്പോ അവിടെയും ഗുണ്ടകളെ വിളിച്ചടിപ്പിച്ചാൽ പോരായിരുന്നു? അദ്ദേഹം പഴയ സൈന്യാധിപനാണ്, സൈന്യത്തിന്റെ തലവനായിട്ട് നിന്ന് ജോലി ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ശൗല്. ആ ശൗലാണ് പിന്നീട് പൗലോസ് ആയെന്നാണ് പറയുന്നത്. പൗലോസിന് എന്തെല്ലാം കഴിയുമായിരുന്നു, കാരണം ആയുധ വിദ്യകളിലൊക്കെ വിപുണ്ണനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇവർ ഈ വിശുദ്ധിയും വേർപാടും ഒക്കെ ആചരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഈ ഗുണ്ടകളെ കൊണ്ടൊക്കെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇവരെ കുറിച്ച് എന്ത് ചിത്രീകരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. ബൈബിൾ കൊണ്ട് നടക്കുക, എന്നിട്ട് ഗുണ്ടകളെയും കൊണ്ട് നടക്കുക, ഗുണ്ടകളെ കൊണ്ട് അടുപ്പിക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് തെറ്റായ ഒരു സുവിശേഷമാണ് ഇവർ കൊടുക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ ഇതിനെ സഭ എന്നൊന്നും വിളിക്കാൻ കഴിയുകയില്ല. സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സഭയാകില്ല. കാരണം ഞാൻ പറഞ്ഞു ഒരു കാര്യം എന്ന് പറയുന്നത്, കത്തോലിക്ക മുതൽ ബെന്തക്കോസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ഒരു സംഘടനകളിൽ മാത്രമാണ്, അല്ലാതെ സഭകളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനകളിൽ പലതും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അല്ലേ. സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് പറ്റിയ പണിയാണോ ഗുണ്ടകളെ കൊണ്ട് നടക്കുക, അതിക്രമങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക? അപ്പൊ ഞാൻ ആ പോസ്റ്റിൽ കാണാൻ കഴിഞ്ഞ ഒരു സത്യം എന്ന് പറയുന്നത്, ആ പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ ഗുണ്ടകൾ ഹെബ്രോൻ സഭയിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തതോടെയൊക്കെയാണ്. കാരണം ദൈവസഭയിൽ എങ്ങനെയാണ് ഈ ഗുണ്ടകൾ വലിഞ്ഞു കയറുന്നത് എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് യാതൊരു അറിവുമില്ല. ജനറൽ ബോഡിക്ക് വന്ന ആളുകളും പോലീസും കൂടിയാണ് വത്സൻ കൊണ്ടുവന്ന ഗുണ്ടകളെ ഓടിച്ചത്. വത്സൻ എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പാസ്റ്റർ അല്ലെങ്കിൽ അവരുടെ പ്രസിഡന്റാണ്, IPCയുടെ പ്രധാന പ്രസിഡന്റിൽ ഒരാളാണ് അല്ലെ. അദ്ദേഹത്തെ ഇപ്പൊ മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നു. പക്ഷെ എങ്കിൽ ഇങ്ങനെ ദൈവവചനം പറയുകയും ഒരു സൈഡിൽ ഗുണ്ടായുസവുമായി ഇങ്ങനെ പോകുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു എന്നുള്ളതാണ് IPC സംബന്ധിച്ചിടത്തോളം.
ഞാൻ പലപ്പോഴും IPCയുടെ തകർച്ചയെക്കുറിച്ച് പല കാലങ്ങളായി പ്രസംഗിച്ചിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ എങ്കിലും അന്നൊന്നും കാണാത്ത ഒരു വിഷയമെന്ന് പറയുന്നത് ഇത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. വിശുദ്ധിയിലും വേർപാടുമാണെന്ന് പറയുകയും അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇവർ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെന്ത് മാതൃകയാണ് ഇവർ വച്ച് പുലർത്തുന്നതെന്ന് അറിയില്ല. ഇവർ എന്ത് വിശ്വാസമാണ് ഇവർ വെച്ച് പുലർത്തുന്നതെന്ന് അറിയില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാജ ജനറൽ ബോഡി എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും നാളും ഇവർ വിശുദ്ധിയിലും വേർപാടുമെന്ന് ഇവർ തന്നെ ഇവരെ കുറിച്ച് പറയുന്നുവെങ്കിലും ഇവരുടെ ജനറൽ ബോഡിയിലൊന്നും യാതൊരുവിധ വിശുദ്ധിയും വേർപാടും ഒന്നും ഇല്ലായിരുന്നുവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി IPC ഇന്ന് നിലകൊള്ളുകയാണ്. IPC എന്ന് പറയുന്ന സഭ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നത് പോലെ അവർക്ക് യാതൊരുവിധ വിശ്വാസങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം. അല്ലെങ്കിൽ പിന്നെ ഗുണ്ടകളെ കൊണ്ടുവരിക, ആക്രമിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരുടെ പ്രധാനപ്പെട്ട ചാനലുകൾ ഹാർവസ്റ്റിലൊക്കെ അവരുടെ ആത്മീയതയൊക്കെ കാണുമ്പോൾ, അവർ ദൈവവചനം പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അവരെ പോലെ വിശുദ്ധരായി ആരുമില്ല എന്നുള്ളതാണ് അവരുടെ പറച്ചിലും പ്രസംഗത്തിലുമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കണം, അങ്ങനെ വിശുദ്ധിയും വേർപാടും ഇല്ലാതെ ഇവരെന്ത് പ്രസംഗം ചെയ്തെന്ന് പറഞ്ഞാലും യാതൊരു ഗുണവും അവർക്കുണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയൊരു ഗുണ്ടായിസവും കാര്യങ്ങളുമായിട്ടാണ് ഇവരുടെ സുവിശേഷം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രസ്ഥാനം തന്നെ യാതൊരു തരത്തിലും മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ജനറൽ ബോഡിയിലെ വിശേഷങ്ങളെല്ലാം തന്നെ ഒരു ഗുണ്ടായിസ രീതിയിൽ അവര് കൊണ്ടുപോവുകയായിരുന്നു. പൈസയൊക്കെ മേളിലുള്ളവർ, അതായത് ഇപ്പൊ വത്സൻ എബ്രഹാമിനെ പോലുള്ളവരൊക്കെ പൈസയൊക്കെ മുക്കിക്കൊണ്ട് പോയെന്നായിരിക്കും ആ പോസ്റ്റിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർക്ക് വരുന്ന പൈസയും, കാരണം സ്വത്രാഴ്ചയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ടുപോയി കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസിലൊന്നും പണമൊന്നും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റും ഒരു വീഡിയോയും ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ അനുമാനിക്കുന്നത് ഈ പറയുന്ന IPC എന്ന് പറയുന്ന സംഘടന തീർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നതെല്ലാം. കാരണം ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, പലർക്കും ഇതിനകത്ത് പോയവർക്ക് പലർക്കും അബദ്ധം പറ്റിയ ഒരവസ്ഥയിലാണ് പല ആളുകളും ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്നവർക്കൊന്നും പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ്. ബൈബിൾ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അവരുടെ പ്രവൃത്തികളിൽ യാതൊരുവിധ വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒന്നും പ്രവൃത്തിയിൽ വിശ്വാസമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അവർ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ഗുണ്ടായിസവും ഗുണ്ടകളുമായി ഇവർ നടക്കുമോ? ഒരിക്കലുമില്ല. കേസും കോടതികളുമായി ഇവർ നടക്കുമോ? നടക്കത്തില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം തികയ്ക്കുന്നവർ ആ ഓട്ടം ഓടേണ്ടവരാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഗുണ്ടായിസവും കാര്യങ്ങളുമായിട്ട് ഒരു സൈഡിൽ ഗുണ്ടായിസവും മറ്റൊരു സൈഡിൽ ബൈബിളും എടുത്ത് ഞങ്ങൾ വിശുദ്ധിയും വേർപാടും ആചരിക്കുന്നവരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഈ തരുണത്തിൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് എനിക്കതാണ് ഓർപ്പിക്കാനുള്ളത്. ഇങ്ങനെയുള്ളവരുടെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് ഓർത്തുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ദൈവനാമത്തിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.